ബംഗ്ലാദേശിൽ നടക്കുന്ന വംശഹത്യ എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഹിന്ദുക്കളെ കൊന്നൊടുക്കുക, അവരുടെ സ്ഥാപനങ്ങൾ കൊള്ളയടിക്കുക, ഹിന്ദുക്കൾ മാത്രമല്ല ന്യൂനപക്ഷങ്ങളുടെ സ്ഥാപനങ്ങൾ തകർക്കുക എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മുൻപോട്ട് നീങ്ങുമ്പോൾ ലോകമെമ്പാടും ഹൈന്ദവ സമൂഹത്തിനോടൊപ്പം തന്നെ ബുദ്ധ ക്രൈസ്തവ വിഭാഗങ്ങളും അതിനെതിരെ പ്രതിഷേധത്തിൻ്റെ അലയൊലി തീർക്കുമ്പോൾ ഈ അവിടെ നടക്കുന്ന അക്രമ സംഭവങ്ങളെ, ഹിന്ദു വംശഹത്യയെ വെള്ളപൂശിക്കൊണ്ട് ലോകത്ത് തന്നെ പലപ്പോഴും ഇന്ത്യ വിരുദ്ധ ഹിന്ദു വിരുദ്ധ വാർത്ത മാത്രം ചെയ്ത് ശീലിച്ചിരുന്ന പത്രം ന്യൂയോർക്ക് ടൈംസ് ഒരു തലക്കെട്ടുമായി രംഗത്തെത്തി. ബംഗ്ലാദേശിൽ ഹിന്ദുക്കളെ കൊല്ലുന്നതിനെ അവർ തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് പ്രതികാരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഹിന്ദുക്കളെ കൊല്ലുന്നതെന്നാണ്. എന്തിൻ്റെ പ്രതികാരമെന്ന് ഈ പത്രം പറയുന്നില്ല. അവിടുത്തെ ന്യൂനപക്ഷമായ, അതായത് ബംഗ്ലാദേശിൽ കേവലം 8% ഒരു വിഭാഗത്തെ പ്രതികാരത്തിൻ്റെ ഭാഗമായി കൊല്ലുന്നു എന്ന് പറയുമ്പോൾ എന്താണ് പത്രം ഉദ്ദേശിച്ചതെന്ന് പത്രം വ്യക്തമാക്കുന്നത്. ഈ ഒരു തലക്കെട്ടോടുകൂടി പത്രം ഇറങ്ങിയതിന് പിന്നാലെ, അല്ലെങ്കിൽ ഓൺലൈനിൽ ആ വാർത്ത വന്നതിന് തൊട്ടു പിന്നാലെ ലോകമെമ്പാടുമുള്ള ഹൈന്ദവ സമൂഹം നേരിട്ടും അല്ലാതെയുമൊക്കെ ഈ പത്രസ്ഥാപനത്തെ ബന്ധപ്പെട്ടു. ഒടുവിൽ പ്രതിഷേധത്തിൻ്റെ ആ ഒരു ശക്തി കണ്ട്, ആളിക്കത്തൽ കണ്ട് പത്രം തലക്കെട്ട് മാറ്റി തടിയൂരി. US മീഡിയ ഹൗസ് അതിൽ ഖേദം പ്രകടിപ്പിക്കുകയല്ല, അവർ തലക്കെട്ട് തന്നെ അതിൻ്റെ മാറ്റിക്കളഞ്ഞു. ഏതായാലും നമുക്കറിയാം, പലപ്പോഴും ഇത്തരത്തിലുള്ള മാധ്യമങ്ങളാണ് കൊലയെ പോലും ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വരാറുള്ളത്. ന്യൂയോർക്ക് ടൈംസ് ഇത് ആദ്യമായിട്ടല്ല ഇത്തരം വാർത്തകൾ കൊടുക്കുന്നത്. ഏതായാലും ഇത്തവണ അവരുടെ പണി പാളി എന്ന് തന്നെ പറയാം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.